കാരണം സുകുമാരൻ ചേട്ടൻ്റെ മകൻ, സുകുമാരൻ ചേട്ടൻ ആരായിരുന്നു നമുക്കറിയാം. ആ കാലത്തൊക്കെ സുകുമാരൻ ചേട്ടനെ ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന ആളാണ്. സുകുമാരൻ ചേട്ടൻ നായകനായിട്ട് മമ്മൂക്ക സബ് റോളൊക്കെ ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരാളെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആ കഴിവുള്ള സംവിധായകൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്നുള്ള അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. ശരിക്കും ഇന്ത്യൻ സിനിമയ്ക്ക് ഡയറക്ഷൻ എന്നുള്ള ഒരു വലിയൊരു പാഠം സമർപ്പിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. തീർച്ചയായിട്ടും പഠിക്കാൻ അതായത് നമ്മുടെ മലയാള സിനിമയെ ലോക സിനിമയിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് ഇതിലേക്ക് സാധിച്ചു എന്നുള്ള കാര്യം ഞാൻ ഒട്ടും ഇതില്ലാതെ പറയാം. ഒട്ടും ശങ്കക്ക് ഇതില്ല. അത് പാൻ ഇന്ത്യൻ ലെവലിൽ നിന്ന് പോയിട്ട് ഒരു പാൻ വേൾഡ് ലെവലിലേക്ക് എത്താനായിട്ട് ഈ സിനിമ കഴിയും. പക്ഷേ അതിനെതിരെ ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. അതെ, വലിയൊരു പ്രൊഡ്യൂസർ വന്നാൽ ഇതെല്ലാം അതിനപ്പുറത്തേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ പലരും മീഡിയകൾ വഴി ഒരു പ്രതിഷേധമായി വന്നിട്ടുണ്ട്. അതല്ല ഇതിനകത്ത് രഹസ്യം. അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് അതിന് പല രീതിയിലും മതപരമായ ഡീഗ്രേഡിങ്, രാഷ്ട്രീയപരമായ ഡീഗ്രേഡിങ്, ഇതെല്ലാം ഈ സംവിധായകനോ കഥാകൃത്തോ ഉദ്ദേശിക്കാത്ത രീതിയിൽ അതിനെ വിശകലനം ചെയ്യപ്പെടുകയാണ്. അതിനെ വളച്ചൊടിച്ച് അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ചിലപ്പോൾ വ്യക്തിവൈരാഗ്യമാകാം, ചിലപ്പോൾ മതപരമാകാം, ചിലപ്പോൾ രാഷ്ട്രീയമാകാം. ഇങ്ങനെ ആ അത് തീർക്കാൻ വേണ്ടി ഈ സിനിമയെ കഴിയുന്നതും നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ പിന്നിൽ വിദേശ ശക്തി വളരെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഒരു നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരുപാട് സ്ഥാനം ചെലുത്തുന്ന ഒരു സിനിമ. അപ്പോൾ സിനിമ നഷ്ടപ്പെടുമ്പോൾ സിനിമ നശിക്കുമ്പോൾ ഉണ്ടാകാവുന്നത് എന്താണ്? ഈ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തും. അത്തരം ഒരു ഗൂഢതന്ത്രങ്ങൾ ഇതിൻ്റെ ഭാഗങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നത്, ലാലേട്ടന് വളരെയധികം ഡയലോഗുകൾ വളരെ കുറച്ചാണ് നൽകിയിരിക്കുന്ന ഒരു അതിശയം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അത് ശരിയാണോ? ലാലേട്ടൻ്റെ ഡയലോഗ് പ്രസന്റേഷൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഈ കഥാപാത്രത്തിന് അധികം ഡയലോഗല്ല പ്രസന്റ് ചെയ്യേണ്ടത്, ഫുൾ ആക്ഷനാണ്. ഡയലോഗിൽ കാര്യമില്ല, അധികം സംസാരം വേണ്ട. അധികം സംസാരിച്ച് കൊണ്ട് അങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യം ഈ കഥാപാത്രത്തിന് വരുന്നില്ല. ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ ബിഗ് ബി എടുത്താൽ മതി. മമ്മൂക്കയുടെ ബിഗ് ബി എന്ന ചിത്രത്തിൽ മമ്മൂക്ക എത്ര സ്ഥലത്ത് ആവശ്യത്തിന് ഡയലോഗ് പറയുന്നുണ്ട്? കണ്ടിട്ടുള്ളതല്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ആ ബിഗ് ബിയിൽ മമ്മൂക്കയുടെ ഡയലോഗ് എത്രയുള്ള? ശരിയാണ്. ആ ഡയലോഗെല്ലാം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഡയലോഗുകളാണ്. ആക്ഷൻസിനാണ് മൂല്യം കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത് ഈ ഒരു ചിത്രത്തിൽ. ഈ ചിത്രത്തിലെ മേക്കിങ്ങിനാണ് മൂല്യം വന്നേക്കുന്നത്. അതായത് ഇതിന്റെ മേക്കിംഗ്, ലൊക്കേഷൻ, BGM,